ഇന്നത്തെ ഗോസ്പലിൽ ഈശോയെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഒരു മരണവീട്ടിൽ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. വിലാപയാത്രയിൽ ഒരു വിധവയുടെ ഏക മകനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ സങ്കടത്തിൻ്റെ തീവ്രത കൂടുതലാണ്. അവിടെ ഈശോ പറയാണ് കരയേണ്ട. ഈശോ കരയേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ കൂടെ നടന്നു വരുന്ന ഒരു നാട് മുഴുവൻ ഇങ്ങനെ ഷോക്കായിട്ടുണ്ടാവും. അതിനകത്ത് പെയ്ഡായിട്ട് കരയുന്ന ആൾക്കാരുണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, കാശ് കൊടുത്ത് കരയിക്കുന്ന ആൾക്കാർ കൂടെ വരും. ഇവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് കരയുന്നത്, എന്ത് മണ്ടത്തരം ആൾ പറയുന്നത്. പിന്നീട് ഈശോ അവൻ്റെ കോഫിനിൽ തൊടുന്നു. അപ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ ഞെട്ടിയിട്ടുണ്ട്, കാരണം ഈശോ യഹൂദനാണ്, അശുദ്ധമാവും. പിന്നീട് ഈശോ മരിച്ചവനോട് സംസാരിക്കുകയാണ്. ഇത് ആ ജനക്കൂട്ടത്തെ മുഴുവൻ ഞെട്ടിച്ചു കാണും, കാരണം അവന് വട്ടാണെന്ന് തോന്നിയിട്ടുണ്ടാവും. ഇവിടെ ഈ സ്ത്രീ, ഈ വിധവയായ സ്ത്രീ, വിധവയായ അമ്മ ഈശോനെ ഇതുവരെ കണ്ടിട്ടില്ല, ഈശോ ആരാന്നറിയില്ല, ഈശോയുടെ മകൻ ഉയർപ്പിക്കണം ആവശ്യപ്പെട്ടിട്ടില്ല. എന്നിട്ടും ഈശോ അവനെ ഉയർപ്പിച്ച് അവർക്ക് കൊടുക്കുകയാണ്. ഈശോ അവളോട് കരയണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഈശോയുടെ കണ്ണിലേക്ക് നോക്കണം. ഈശോ കണ്ണ് നിറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അവളുടെ കൂടെ ചുറ്റും കരയുന്ന ആൾക്കാരുടെ കണ്ണുനീര് പോലെയല്ല ഈശോയുടെ കണ്ണുനീര്. ഈശോ അവൾക്ക് കംഫർട്ട് കൊടുക്കുകയാണ് മകനെ ഉയർപ്പിച്ചിട്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ദൈവത്തോടാണ്. എല്ലാവരും അങ്ങനെയാണ്, ദൈവത്തോടെ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു മെസ്സേജ് വിട്ടു. അതിൽ ചോദ്യം ഇതായിരുന്നു, എങ്ങനെയാണ് അച്ചോ ഈ ശ്രുതിയെയും ജെൻസിനെയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? വയനാട് ഉരുൾപൊട്ടലിൽ കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടവളാണ് ശ്രുതി. ആ സമയത്ത് ജെൻസൺ വന്നിട്ട് പറഞ്ഞു, അവൾ ഒരിക്കലും ഒറ്റയ്ക്ക് അയക്കില്ല. പക്ഷേ ജെൻസൺ കഴിഞ്ഞ ദിവസം ഒരു അപകടത്തിൽ മരിച്ചു. ശ്രുതി വീണ്ടും തനിച്ചായി. ഇപ്പോൾ നമ്മളെല്ലാവരും ചോദിച്ചു, ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ഇതെങ്ങനെ ദൈവത്തിൻ്റെ പ്ലാൻ്റെ ഭാഗമാവും? നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ, ഒരു കാരണവുമില്ലാതെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നോക്കേണ്ടത് എന്താണെന്നറിയാമോ? കണ്ണും നിറഞ്ഞ് ഈശോ അവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് ഈശോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിൽ തൊടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ എഴുന്നേക്ക്. പുറമേ നോക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ദുരന്തമാണ്, സങ്കടമാണ്. പക്ഷെ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു കംഫോർട്ട് കൊണ്ട് നമ്മുടെ സങ്കടങ്ങളെ ഈശോ പൊതിയുന്നുണ്ട്.